കട്ടിലിന്റെ ഒരു ഓരം ചേർന്ന് കിടക്കുമ്പോൾ ഉള്ളിലെ ആശങ്ക കാരണം അവളുടെ ശരീരം നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ മറു സൈഡിലായി കമിഴ്ന്നു കിടക്കുന്നവനിലും. ഇല്ല, മനസ്സിലാക്കാൻ കഴിയണില്ല ഈ മനുഷ്യനെ. പുറമെ എത്രയൊക്കെ അകലുന്നു എന്ന് കാണിച്ചാലും ഉള്ളുകൊണ്ട് അകലാൻ സാധിക്കണില്ല. എന്തോ ഒന്ന് ആളിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. അതൊരു പക്ഷേ ആദ്യമായി തനിക്ക് ഉള്ളിലേക്ക് പ്രണയം നിറച്ച പുരുഷനായതുകൊണ്ടോ? ഇനി അതുമല്ലെങ്കിൽ താനൊരു ചീത്ത പെണ്ണാണോ? അത് ഓർക്കവേ ആ ചുണ്ടുകൾ ഒന്ന് വിറച്ചു. അതെ, അതാണ് സത്യം. താൻ ചീത്തയാണ്. സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിന്റെ അച്ഛനെ മോഹിച്ചവൾ. പൊറുക്കില്ല ആരും തന്നോട്. മുത്തശ്ശിയോ മുത്തശ്ശനോ ഇതറിഞ്ഞാൽ. കിടുകിടുത്തുപോയി അവളുടെ ഉള്ളം. ആ കൊച്ചു ശരീരം എന്തിനോ വേണ്ടി വിറപ്പൂണ്ടു. എന്റെ രക്ഷയ്ക്കാവില്ലമ്മേ, എന്താ ഞാൻ ഇനി ചെയ്യേണ്ടത്? ഇയാൾ പറയുന്നതൊക്കെ അനുസരിച്ചില്ലെങ്കിൽ എന്റെ ഏട്ടനെ ഇയാൾ. ഞാൻ കാരണം എന്റെ ഏട്ടൻ. അത് പാടില്ല. പക്ഷേ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടണം. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുമ്പോൾ അവയ്ക്ക് തടസ്സം സൃഷ്ടിക്കാതെ അവൾ പുറത്തേക്ക് തന്നെ ഒഴുക്കിവിട്ടു. ശിവ. കണ്ണുകൾ തുറക്കാതെ കമഴ്ന്നു കിടന്നുകൊണ്ടുള്ള ആ വിളിയിൽ അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ വികസിച്ചു. ശിവ. ഇത്തവണ ആ കണ്ണുകൾ കൂടെ തുറക്കപ്പെടുമ്പോൾ ശരീരം മുഴുവൻ തണുത്തുറഞ്ഞു. ചുവന്നു കലങ്ങിയ മിഴികൾ തന്നെ കൊത്തി വലിക്കുന്നതായി തോന്നി അവൾക്ക്. ഇനിയൊരു വിളി ഉണ്ടാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ഒന്ന് മൂളി. എനിക്ക് അരികിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാം എന്ന് മോഹിക്കുന്നുണ്ടോ എങ്കിൽ അതങ്ങ് മറന്നേക്ക് നീ. ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ത്രിലോക് നിനക്ക് അരികിൽ പാഞ്ഞെത്തും. ഇനി അതല്ല മരണം കൊണ്ട് എന്നെ തോൽപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് പിന്നാലെ നിന്റെ മറ്റവനെയും പറഞ്ഞു വിടും ഞാൻ. നീ ഇല്ലാത്ത ലോകത്ത് അവനും വേണ്ട. അതീ ത്രിലോകിന്റെ തീരുമാനമാണ്. പറയുന്നത് ഞാനാണെങ്കിൽ നടപ്പിലാക്കിയിരിക്കും ഞാൻ. പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ടവൻ മുരളുമ്പോൾ തലച്ചോറിലകപ്പെട്ട മരവിപ്പിലായിരുന്നു ശിവ. ഏറെ നേരം നീണ്ടുനിന്ന പ്രണയവേഴ്ചയ്ക്ക് ഒടുവിൽ കാർത്തിയുടെ വയറിലായി തലവെച്ച് കിടക്കുകയാണ് നവീൻ. കാർത്തിയുടെ കയ്യിൽ അവന്റെ തലമുടിയിൽ വിരൽ കടത്തി തലോടുന്നുണ്ട്. അവൻ ഇന്ന് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ആകെ ഒന്ന് ഷോക്കായിപ്പോയി കാർത്തി. ഒട്ടും പ്രതീക്ഷിച്ചില്ല അവന്റെ ഇങ്ങനൊരു നീക്കം. അതെ, അത് ത്രിലോകല്ലേ നവീൻ. നമുക്ക് ഊഹിക്കാൻ കഴിയില്ല അവന്റെ പ്രവൃത്തികളൊന്നും. കാർത്തിയും അതിനോട് യോജിച്ചു. ഇനി എന്താകും അവൻ പ്ലാൻ ചെയ്യുന്നത്? നവീൻ ഒരു സംശയത്തോടെ ചോദിച്ചു. അറിയില്ല, പക്ഷേ അവൻ അവന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് ചലിക്കില്ല എന്ന് എനിക്ക് ഇന്ന് ഉറപ്പായി. അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ മൗനം പാലിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. കാർത്തി അത്രയും പറഞ്ഞുകൊണ്ട് ഒന്ന് നിശ്വസിക്കുമ്പോൾ നവീൻ ഒന്ന് തിരിഞ്ഞ് അവന് നേരെ വന്നു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ബാക്കി കൂടെ കണ്ടാലോ? അർത്ഥം വെച്ചുള്ള ആ വഷളൻ ചിരി കണ്ട് കാർത്തി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അങ്ങോട്ട് മാറിക്കിടക്ക് ചെറുക്ക. ഇപ്പൊ തന്നെ 1-1 എന്ന് പറഞ്ഞ് റൗണ്ട് 4 ഇനി ഒന്നുകൂടെ ആയാൽ നീ നാളെ കിടപ്പിലായി പോകും. കാർത്തി നവീനെ നല്ല രീതിയിലൊന്ന് പുച്ഛിച്ചുകൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ടവൽ കൊണ്ട് തൻ്റെ അരയ്ക്ക് താഴോട്ട് മറച്ചു. ഓ ആയിക്കോട്ടെ, ഇനി വാ നീ കൊഞ്ചിക്കൊണ്ട് കാണിച്ചു തരാൻ ദുഷ്ട. ബാത്റൂമിലേക്ക് നടക്കും വഴിയുള്ള നവീൻ്റെ ഈ ഡയലോഗ് കേട്ട് കാർത്തി പെട്ടെന്ന് ഒന്ന് നിന്നുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. അതെ, ഇതിലപ്പുറം ഇനി എന്ത് കാണാൻ? തുണി എടുത്ത് ഉടുക്ക് ചെക്ക, ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടെ കയറി മേയും ഞാൻ. കണ്ണുകളാൽ അവനെ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞ് താടി തടവിക്കൊണ്ട് അവൻ അത് പറയുമ്പോൾ നവീൻ അടുത്ത് കിടന്ന തലയണ എടുത്ത് ഒറ്റ ഏറായിരുന്നു. എന്നാൽ അതിനു മുന്നേ കാർത്തി സ്ഥലം കാലിയാക്കി. നവീൻ ഒരു കുഞ്ഞു ചിരിയോടെ കാർത്തിയുടെ ഷർട്ടും കെട്ടിപ്പിടിച്ച് തിരിഞ്ഞു കിടന്നു. മേപ്പാട്ട് തിരുമേനിയുടെ മനയ്ക്ക് ഉള്ളിലായി ഇരിക്കുകയാണ് സാവിത്രി അമ്മയും ഭാര്യരും. അയാളിൽ നിന്ന് പലതും കേട്ടറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് അവർ ഇരുവരും ഇപ്പോഴും. അറിഞ്ഞിരുന്നില്ല വാര്യരെ, എന്നെ കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പറയിപ്പിക്കുമ്പോൾ എൻ്റെ വാക്ക് പിഴയ്ക്കുമെന്ന്. നാവിൽ ഗുളിയം കയറിയ നേരത്ത് പറഞ്ഞു പോയതൊക്കെ അച്ചിട്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചില്ല ഞാൻ. ഇത് ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല എനിക്ക്. എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലേ തിരുമേനി? അവൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ആയാൽ പിന്നെ ഉണ്ടാവില്ല ഞങ്ങളും. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുള്ളികളെ സാരി തലപ്പിനാൽ ഒപ്പിക്കൊണ്ട് അവർ തേങ്ങുമ്പോൾ നിസ്സഹായാവസ്ഥയോടെ ഇരുന്നു പോയി മേപ്പാട്ട്. എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഞാൻ തരാം, പക്ഷേ എനിക്ക് എൻ്റെ കുട്ടിയെ വേണം. പറയ് തിരുമേനി, ഞാൻ എന്താ ചെയ്യേണ്ടത്? അത്രയും നേരം മൗനം പാലിച്ചിരുന്ന വാര്യയുടെ ശബ്ദമായിരുന്നു അത്. എന്നാൽ അതിനു മറുപടി പറയാതെ അയാൾ അന്നപൂർണേശ്വരി ദേവിയുടെ വിഗ്രഹത്തിന്റെ അരികിലിരുന്ന ഒരു ചരടെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. കൂടുതലൊന്നും പറയാൻ എനിക്ക് കഴിയണില്ല വാര്യരെ. ഇത് കുട്ടിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുക. ബാക്കിയൊക്കെ വിധി പോലെ. വിധിയെ തടുക്കാൻ ഞാൻ ആളല്ല. പക്ഷേ എന്നാൽ കഴിയണ് ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്തോളാം. തങ്ങളുടെ അവസാന ശ്രമവും നഷ്ടമാകുമ്പോൾ സാവിത്രിയമ്മ പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞു. ഭാര്യ വിറയ്ക്കുന്ന കൈകളോടെ ആ ചരട് ഏറ്റുവാങ്ങുമ്പോൾ കത്തിക്കൊണ്ടിരുന്ന നിലവിളക്ക് പെടുന്നനെ അടഞ്ഞു. ഈശ്വര, ദുസൂചന. മേപ്പാട്ട് തിരുമേനിയുടെ ചുണ്ടുകൾ വിറയലോടെ ഉരുടുമ്പോൾ കേട്ടിരുന്നവരിൽ ഞെട്ടലായിരുന്നു.
മോളെ, അടുക്കളയിൽ ഉച്ചക്കത്തേക്കുള്ളത് പിടിപ്പത് പണിയിലാണ് ശിവ. അന്നേരമാണ് പിന്നിൽ നിന്ന് ഒരു വിളി കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ പവിയായിരുന്നു. ശിവ അവളെ നോക്കി നിന്നതല്ലാതെ ഒന്നും ചോദിച്ചില്ല. ശിവമോളെ, ചേച്ചിയുടെ ഫോൺ അങ്ങ് റൂമിലാണ്, ഒന്നെടുത്ത് തരാവോടാ. ത്രിലോക് ഉച്ചയ്ക്ക് വരുന്നൂന്ന് പറഞ്ഞു പോയതാണ്, ഇതുവരെ കണ്ടില്ല, ഒന്ന് വിളിച്ചു നോക്കാനാണ്. നിക്കിനി മുകളിലേക്ക് കയറി പോകാൻ വയ്യ. ഒരു കൈ വീർക്കാത്ത തൻ്റെ വയറിൽ പിടിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ ശിവ ഒന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. അവൾക്ക് പിറകെയായി പവി ഹാളിലേക്കും. മുകളിലേക്ക് കയറിയ ശിവ നേരെ പവിയുടെ റൂമിലേക്ക് പോയി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചുറ്റും നോക്കുമ്പോൾ അവൾ കണ്ടു ടേബിളിലിരിക്കുന്ന പവിയുടെ ഫോൺ. അവിടേക്ക് നടന്ന ശിവ ഫോണും എടുത്ത് തിരിയാൻ ഒരുങ്ങുമ്പോഴാണ് അതേ ടേബിളിൽ തന്നെ ഇരിക്കുന്ന ഒരു ഫ്രെയിം ചിത്രത്തിൽ കണ്ണുകൾ ഉടക്കുന്നത്. തൻ്റെ അടുത്ത് നിൽക്കുന്ന പവിയെ തോളിലൂടെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ത്രിലോക്. പവിയുടെ ചുണ്ടുകൾ നിറഞ്ഞ പുഞ്ചിരിയാണ്. ശിവയുടെ കണ്ണുകൾ അവയിൽ തന്നെ തറഞ്ഞു നിൽക്കുമ്പോൾ മുഖം തീർത്തും നിർവികാരമായിരുന്നു. കണ്ണുകളിൽ തളം കെട്ടുന്ന കണ്ണുനീർ തിരിച്ചറിയുമ്പോൾ അവൾ മെല്ലെ തിരിഞ്ഞു നടന്നു. ഏതോ ലോകത്തെന്ന പോലെ അവൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് ധാവണി പാവാടയിൽ കാൽ കുടുങ്ങി മുന്നിലേക്ക് ആയുന്നത്. കൈകൾ കൊണ്ട് സൈഡിൽ പിടിക്കാൻ നോക്കിയെങ്കിലും കഴിയാതെ അവൾ മുന്നോട്ട് വീണുപോയി. തല ചെന്ന് ശക്തമായി ചുവരിലിടിച്ചു അവൾ സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ടു വീണു. തറവാണിനെ ഒന്നടങ്കം വിറപ്പിച്ചുകൊണ്ടുള്ള നിലവിളി അവിടെ ഉയരുന്നതിൻ്റെ ഒപ്പം പടികൾ ഓരോന്നോരോന്നായി ഉരുണ്ട് താഴേക്ക് വീഴുന്നതിൻ്റെ ഇടയിൽ അവളുടെ തലയും ശരീരവും പലയിടത്തും അതിശക്തമായി ചെന്നിടിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ അവസാന പടിയും കടന്ന് അവൾ നിലത്തേക്ക് തലയിടിച്ചു വീഴുമ്പോൾ ചുടുരക്തം അവിടെയെങ്ങും പടർന്നൊഴുകി. ആ ശ്വാസവും മെല്ലെ നിലച്ചുകൊണ്ടിരുന്നു. ഗാഢമായ ഉറക്കത്തിൽ നിന്ന് അവൻ ഞെട്ടലോടെ ചാടി എഴുന്നേൽക്കുമ്പോൾ ശരീരമാകെ പടർന്ന വിയർപ്പ് കണങ്ങൾ ആ ഇടനെഞ്ചിലൂടെ ഒഴുകിയിറങ്ങി. ഇരു കൈയാലെ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൻ ചുറ്റും നോക്കി. അസ്വാരസ്യങ്ങളാൽ തൻ്റെ ആന്തരിക അവയവങ്ങളെ പോലും പിടിച്ചു കുലുക്കാൻ പോന്ന ആ സ്വപ്നത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു അവൻ്റെ ഇപ്പോഴത്തെ ഭാവങ്ങൾ. അതിവേഗത്തിൽ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ ഒപ്പം മുണ്ടൊന്ന് മുറുക്കി ഉടുത്തുകൊണ്ട് ആ ഉറച്ച നെഞ്ചിൽ ഒട്ടിക്കിടക്കുന്ന ഷർട്ട് ഒന്ന് വലിച്ചിട്ടുകൊണ്ട് അവൻ പുറത്തേക്ക് പാഞ്ഞു. ഒടുവിൽ അവൻ വന്നു നിന്നത് അടുക്കള വാതുക്കലായിരുന്നു. ഒരു വേള ആ കണ്ണുകൾ തറഞ്ഞു നിന്നത് മുന്നിൽ നിൽക്കുന്നവളിലും. അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് നോക്കി ചുവരിൽ ചാരി നിൽക്കുകയാണ് ശിവ. ശരീരം അവിടെയാണെങ്കിലും മനസ്സ് മറ്റെങ്ങോ ആണെന്നതിൻ്റെ തെളിവായിരുന്നു അവളുടെ ആ നിൽപ്പ് പോലും. ശിവ, പതിഞ്ഞ ആ സ്വരം പുറത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ശിവ. ഇത്തവണ അവനിൽ നിന്ന് വന്നത് ഇടിമുഴക്കം പോലുള്ള ശബ്ദമായിരുന്നു. ശിവ ഞെട്ടിപ്പിടഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ഒരാളൽ ആയിരുന്നു അവളിൽ. ചുവന്നു കലങ്ങിയിരിക്കുന്ന ആ തീക്ഷ്ണമിഴികൾ അവളിലെ വിറയൽ കൂട്ടി. എന്നാൽ പൂർണ്ണമായും അവളെ ഞെട്ടിച്ചുകൊണ്ട് ത്രിലോക് അവൾക്കരികിലേക്ക് വന്ന് അവളെ വലിച്ച് തന്നിലേക്ക് ചേർത്ത് പുണർന്നു. തന്നിൽ മുറുകുന്ന കൈകളും ക്രമം തെറ്റിയിടിക്കുന്ന ആ ഹൃദയമിടിപ്പും അവൾക്ക് മുന്നിൽ വ്യക്തമായി സംശയത്താൽ അവളുടെ മുഖം ചുളിഞ്ഞു. എന്താ? അത്രമാത്രമാണ് അവളിൽ നിന്ന് വന്നത്. ഉള്ളിലെ ഭയം കാരണം മറ്റൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നതായിരുന്നു മറ്റൊരു സത്യം. എന്നാൽ അവൻ ഉടനടി അവളെ തന്നിൽ നിന്നും തട്ടി മാറ്റിക്കൊണ്ട് ഉച്ചത്തിൽ ചോദിച്ചു, ഏതവനെ ഓർത്തു നിൽക്കുവാടി നീ ഇവിടെ? ഞാൻ വിളിച്ചതുപോലും കേൾക്കാതെ ഇരിക്കാൻ മാത്രം ആരുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുമായിരുന്നു നീ? അവളുടെ കൈമുട്ടിൽ ശക്തിയായി പിടിച്ചുലച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ശിവ മൊത്തത്തിലൊന്ന് ഉലഞ്ഞുപോയി. ഒരു വേള അതിൻ്റെ ഫലമെന്നോണം ആ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു വരുമ്പോൾ ത്രിലോക് മെല്ലെ അവളിൽ പിടി അയച്ചുകൊണ്ട് രൂക്ഷമായ ഒരു നോട്ടം അവൾക്കായി കൈമാറി. ആ കൈയും പിടിച്ചവൻ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. ശിവയെയും കൊണ്ട് അവൻ അവളുടെ റൂമിലേക്കാണ് വന്നത്. ശിവയെ അകത്തേക്ക് തള്ളിക്കൊണ്ടവൻ ഉള്ളിലേക്ക് കയറി ഡോർ വലിച്ചടച്ചു. ആ തള്ളലിൻ്റെ ശക്തിയിൽ അവൾ പിന്നിലേക്ക് വേച്ചുപോയി. കൈമുട്ട് ശക്തമായി സൈഡിൽ ഇടിച്ചു ഒന്ന് പിടഞ്ഞുപോയി ശിവ. കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ അവൾക്കരികിലേക്ക് വന്ന ത്രിലോക് അവളുടെ ആ കൈമുട്ടിൽ തന്നെ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരാർത്തനാദം ഉയർന്നുപോയി അവളിൽ നിന്ന്. എന്താ ശിവ? അങ്ങേയറ്റം വെപ്രാളത്തോടെയുള്ള അവൻ്റെ ശബ്ദം കാതിൽ പതിയുമ്പോൾ ശിവ ഞെട്ടലോടെ അവനെ നോക്കി. എന്തെങ്കിലും വായ തുറന്ന് പറയടി. ഇത്തവണ അലർച്ചയായിരുന്നു അവനിൽ നിന്ന് വന്നത്. ശിവ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. അതവനിലെ കോപത്തിൻ്റെ അഗ്നി ഉണർത്തുമ്പോൾ അത് അവളുടെ നോവിൻ്റെ പ്രതീകമായിരുന്നു. എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കരുത് ശിവ. ഈ വക ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. തീ പാറുന്ന കണ്ണുകളും തീക്കനൽ പോലുള്ള വാക്കുകളും അവളെ അടിമുടി വിറപ്പിക്കുമ്പോൾ കവളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഉള്ളാൽ പിടയുന്ന നോവിൽ തൻ്റെ ഏങ്ങലടികൾ പുറത്തേക്ക് വരാതെ ഇരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ശിവ ആ നേരം. മേപ്പാട്ട് തിരുമേനിയെ കണ്ട് മടങ്ങി വന്ന സാവിത്രിയമ്മ എല്ലാവരെയും ഹാളിലേക്ക് വിളിപ്പിച്ചു. തൻ്റെ സ്ഥിരം ഇരിപ്പിടത്തിലായി ഭാര്യരുമുണ്ട്. പവിമോളെ. എന്താ മുത്തശ്ശി? പവി വേഗം എഴുന്നേറ്റ് അവർക്കരികിലായി വന്നു നിന്നു. പോയി ശിവയെ കൂട്ടി വരിക.
അവളും വേണം ഇവിടെ. ശരി മുത്തശ്ശി, ഞാനിപ്പോൾ പോയി വിളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് അവൾ ശിവയെ വിളിക്കാനായി പോയി. ആദ്യം പവി ശിവയെ തിരക്കി കിച്ചണിലേക്കാണ് പോയത് എങ്കിലും നിരാശയായിരുന്നു ഫലം. അവളവിടെ കാണാതെ ആയതും പവി പിന്നെ നേരെ ശിവയുടെ റൂമിലേക്ക് പോയി. റൂമിന് മുന്നിലായി എത്തുമ്പോൾ കാണുന്നത് അടഞ്ഞു കിടക്കുന്ന റൂമാണ്. പവി കൈ ഉയർത്തി വാതിൽ തട്ടാൻ ഒരുങ്ങും മുന്നേ ആരോ വാതിൽ അകത്തുനിന്ന് തുറന്നിരുന്നു. എന്നാൽ മുന്നിൽ നിൽക്കുന്ന ത്രിലോകിനെ കണ്ട് പവിയുടെ മുഖത്ത് ഒരു ചോദ്യചിഹ്നം നിറഞ്ഞു. അതോടൊപ്പം അവൻ്റെ അപ്പോഴത്തെ രൂപവും. ത്രിലോക് എന്താ ഈ റൂമിൽ? അല്ല, അപ്പോൾ ശിവ? പവി കണ്ണുകൾ ചുരുക്കി അത് ചോദിക്കുമ്പോൾ ത്രിലോക് മൗനമായി നിന്നു. അത് കണ്ട ആവണം പവിയുടെ കണ്ണുകൾ റൂമിനുള്ളിലേക്ക് നീണ്ടു. ഒരു വേള വിളറിയ മുഖത്തോടെ ഉള്ളിൽ നിൽക്കുന്ന ശിവയെ കണ്ട് പവിയുടെ കണ്ണുകൾ വികസിച്ചുപോയി. ഇടി നാശം പിടിച്ചവളെ, ചതിച്ചോടി നീ ഞങ്ങളെ! പവിക്ക് പിന്നാലെ വന്ന നിതയുടെ ഉറച്ച ശബ്ദം അവിടെ ഉയരുമ്പോൾ കാര്യം എന്താണെന്ന് അറിയാൻ ഓരോരുത്തരായി അവിടെ സ്ഥാനം പിടിച്ചു. ഒടുവിലായി സാവിത്രിയമ്മയും. കണ്ടോ, നിങ്ങൾ വളർത്തിയ പുന്നാര മകളുടെ തനി കോണം കണ്ടോ? ആരുമില്ലാത്ത നേരം നോക്കി ഞങ്ങളുടെ ചെക്കനെ വിളിച്ച് റൂമിലേക്ക് കയറ്റിയത് കണ്ടോ? അവൾ കുടുംബത്തിൻ്റെ മാനം കളയാൻ ഉണ്ടായവളാണെന്ന് മനസ്സിലായോ? ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക്. ആണൊരുത്തനെ കണ്ടപ്പോൾ ഇളകിയതാ അവൾക്ക്. നിത തൻ്റെ നാവിനാൽ വിഷം തുപ്പുമ്പോൾ ചുറ്റും നടക്കുന്നത് ഒന്നും അറിയാതെ അപ്പോഴും ശിവയിൽ തന്നെ കുടുങ്ങിപ്പോയി സാവിത്രിയമ്മയുടെ കണ്ണുകൾ. മുന്നിന്ന് മാറി നിൽക്കടാ! വാതിലിന് മുന്നിൽ തടസ്സം നിൽക്കുന്ന ത്രിലോകിന് നേരെ ഉയർന്ന സാവിത്രിയമ്മയുടെ ശബ്ദത്തിനു മുന്നിൽ ത്രിലോക് സൈഡിലേക്ക് മാറി. ഒടുവിൽ അവർ വന്നു നിന്നത് ശിവയ്ക്ക് മുന്നിലാണ്. ആ വിളറി വെളുത്ത മുഖം കാണുക ഉമിത്തിയിൽ ഇട്ടതുപോലെ വെന്തുപോയി സാവിത്രിയമ്മ. ചെകിടടിച്ചുള്ള ആ അടിയിൽ ശിവയുടെ കവിളുകൾ നീറിപ്പുകഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്റെ നെഞ്ചിൽ തന്നെ കത്തി കുത്തി ഇറക്കാൻ ഇങ്ങനെ തോന്നിയ അസത്യം നിനക്ക്? അത് പറയുന്നതിൻ്റെ ഒപ്പം സാവിത്രിയമ്മ പിറകിലേക്ക് വേച്ചുപോയി. മുത്തശ്ശി! അവൾ വേഗം അവരെ പിടിക്കാനായി മുന്നോട്ട് വന്നുവെങ്കിലും അവരുടെ ഒരു നോട്ടത്തിന് മുന്നിൽ വിറച്ചതുപോലെ നിന്നുപോയി ശിവ. തുടരുത് നീ എന്നെ! തനിക്ക് നേരെ ചൂണ്ടുന്ന ആ വിരലുകൾക്ക് മുന്നിൽ തൻ്റെ ശരീരം വെന്തുരുകുന്നതായി തോന്നി അവൾക്ക്. വേച്ച് വേച്ച് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാ കണ്ണുകളിലും അറപ്പും വെറുപ്പും ദേഷ്യവുമായിരുന്നു അവളോട്. അലറിക്കരഞ്ഞുകൊണ്ടവൾ നിലത്തേക്കിരിക്കുമ്പോൾ ആരിൽ നിന്നും ഒരു ദയ അവൾക്ക് നേരെ ഉണ്ടായില്ല. തൻ്റെ നെഞ്ചിൽ കിടന്ന് വിങ്ങിപ്പൊട്ടുന്നവരെ അയാൾ ചുളുകൾ വീണ കൈയോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നാലും നമ്മുടെ മോൾ ഇത് ചെയ്തല്ലോ ശേഖരേട്ടാ. ഇങ്ങനെയാണോ ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തിയത്? എന്നെ ഓർത്തോ അവള്? പറഞ്ഞതാ ഞാൻ ഒരുപാട്, എന്നിട്ട് അവൾ കേട്ടില്ലല്ലോ. ആ കരച്ചിലിൻ്റെ ഇടയിലും അവർ എണ്ണിപ്പെറുക്കി പറയുമ്പോൾ അയാൾ നിറകണ്ണുകളോടെ ഇരുന്നു. ആര് കണ്ടാലും പുറമെ ഗൗരവമെടുത്ത് അണിയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്കും ഉണ്ടാകാറുണ്ട് വേദനയും സങ്കടവുമൊക്കെ. ഇന്നിപ്പോൾ അതിൻ്റെ ഇരട്ടിയും. ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ലടോ എൻ്റെ കുട്ടി ഇത് ചെയ്യുമെന്ന്. എന്തോ പറ്റിയിട്ടുണ്ട് അവൾക്ക്. ഇല്ലാതെ ഇങ്ങനൊരു തെറ്റ് അവൾ ചെയ്യില്ല. നിനക്കത് ഉറപ്പാ? അയാൾ ഒരുതരം ഗൗരവത്തോടെ അത് പറയുമ്പോൾ സാവിത്രിയമ്മ അയാളിലേക്ക് ശ്രദ്ധ ചെലുത്തി. എന്നാൽ ആ നേരമാണ് അടഞ്ഞു കിടന്ന വാതിൽ തുറന്ന് ആരോ അകത്തേക്ക് വന്നത്. ഒരു വേള സാവിത്രിയമ്മയും വാര്യരും മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് ശിവയെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് വരുന്ന ത്രിലോകിനെയാണ്. അവൾ അവനിൽ നിന്ന് നീങ്ങി നടക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അവൻ്റെ ശക്തമായ കൈപിടിക്ക് മുന്നിൽ അവളുടെ പ്രവൃത്തി എല്ലാം നിഷ്ഫലമായിരുന്നു. ഒന്നിച്ചുള്ള ആ വരവ് കണ്ട് സാവിത്രിയമ്മ ദേഷ്യത്തോടെ എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോൾ അത് മുൻകൂട്ടി കണ്ടതുപോലെ വാര്യർ അവരെ പിടിച്ച് തനിക്കരികിൽ തന്നെ ഇരുത്തി. ശിവയുടെ മുഖം താഴ്ന്നു തന്നെ ഇരിക്കുമ്പോൾ ത്രിലോകിൻ്റെ തീർത്തും ഗൗരവത്തിലായിരുന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോഴും നിർത്താതെ ഒഴുകുന്നുണ്ട്. ശരീരം നേരിയ തോതിൽ വിറയ്ക്കുന്നുമുണ്ട്. ത്രിലോക് അവളെയും കൊണ്ട് അവർക്ക് മുന്നിലായി വന്നു നിന്നു. മുത്തശ്ശിയോടും മുത്തശ്ശനോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്വയം ന്യായീകരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങൾക്ക് കേൾക്കണമെന്നില്ല. അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വാര്യർ ഉച്ചത്തിൽ അത് പറയുമ്പോൾ ത്രിലോക് അത് തന്നോടല്ല എന്ന ഭാഗത്ത് ബാക്കി സംസാരിച്ചു തുടങ്ങി. എനിക്കിവളെ വിവാഹം കഴിക്കണം, അതും അധികം വൈകാതെ തന്നെ. അത്രയും ഉറപ്പോടെ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ ശരീരം അവൻ്റെ കൈക്കുള്ളിൽ ഇരുന്ന് വിറച്ചു. എന്നാൽ സാവിത്രിയമ്മയും വാര്യരും ഒരുതരം ഞെട്ടലോടെ അവരെ നോക്കി. എന്ത് തോന്നിയാസമാണ് നീ പറയണത്? ഇവളെ വേളി കഴിച്ചാൽ പവിയോ? എല്ലാവരും ചേർന്ന് അവളെയല്ലേ നിനക്കിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കണത്? അതോ 2 മിനി വേണമെന്നാണോ നിനക്ക്? വാക്കുകളിൽ പുച്ഛം നിറച്ച് അയാൾ ചോദിക്കുമ്പോൾ ത്രിലോകിൻ്റെ കൈകൾ ശിവയുടെ തോളിൽ മുറുകി. ഞാൻ എൻ്റെ ആവശ്യം നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. ആരുടെ സമ്മതമില്ലെങ്കിലും ഞാൻ ഇവളെ തന്നെ കെട്ടും. അതിന് ആര് തടസ്സം നിന്നാലും. വീണ്ടും ത്രിലോകിൻ്റെ ശബ്ദം അവിടെ ഉയരുമ്പോൾ സാവിത്രിയമ്മ തൻ്റെ ഭർത്താവിൻ്റെ കൈ നട്ടിമാറ്റിക്കൊണ്ട് എഴുന്നേറ്റു. ഒരു മുള്ളുകൊണ്ടുപോലും ഞാൻ ഇന്നുവരെ എൻ്റെ കുട്ടികളെ നോവിച്ചിട്ടില്ല. ആ ഞാനിന്ന് ഇവളെ കൈനീട്ടി തല്ലിയിട്ടുണ്ട് എങ്കിൽ നീയാണ് അതിന് കാരണക്കാരൻ. നിന്നെ തല്ലാൻ കഴിവില്ലാന്ന് കരുതരുത് നിനക്ക്. ഞാൻ അങ്ങനെ ചെയ്യാത്തത് തന്നോട് വളർന്ന മകനെ താനെന്ന് വിളിക്കണമെന്ന് അല്ലേ പ്രമാണം? നിനക്കും കൂടെ ഉള്ളതാ ഇവൾ വാങ്ങിയത്. പക്ഷേ എപ്പോഴും അതാകുമെന്ന് നീ കരുതരുത്. നീ
ഇത്രയൊക്കെ ആയിട്ട് മതിയായില്ലേ നിനക്കൊക്കെ? ഇനി എന്താ രണ്ടിന്റെ ഉദ്ദേശം? അതെന്ത് തന്നെയായാലും ഈ തറവാട്ടിൽ നടക്കില്ല. ഈ വേളിക്ക് ഞങ്ങൾ ഒരുക്കമല്ല. അവസാന തീരുമാനം എന്നോണം സാവിത്രിയമ്മ തന്റെ അഭിപ്രായം അറിയിക്കുമ്പോൾ തന്റെ ശ്വാസം തിരിച്ചു കിട്ടിയ പ്രതീതിയായിരുന്നു. എന്നാൽ അതിന് വെറും അല്പായുസം ആയിരുന്നു എന്നു മാത്രം. ത്രിലോക് അവളിൽ നിന്ന് പിടിവിട്ട് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തുമ്പോൾ ശിവ ഉള്ളിൽ മുളപൊട്ടിയ ഒരാളലോടെ അവനെ നോക്കി. പക്ഷേ അതിനു മുന്നേ ത്രിലോക് അവളുടെ കഴുത്തിൽ കിടന്ന താലി വലിച്ചു പുറത്തേക്കിട്ടു. തീയിൽ വീണതുപോലെ ശിവ ഒന്ന് പിടയുമ്പോൾ സാവിത്രിയമ്മയും വാര്യരും പരസ്പരം നോക്കി. ഞങ്ങളുടെ വേളി കഴിഞ്ഞതാണ്, അതും ദിവസങ്ങൾക്ക് മുന്നേ. ഞാനിതിവിടെ പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. കാരണം ഇന്ന് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ത്രിലോക് അത് പറയുമ്പോൾ തന്നെ വാര്യരുടെ വലം കൈ അവന്റെ കവിളിലായി പതിഞ്ഞു. ശിവ ഒരു ഞെട്ടലോടെ ഇരു കൈയാലും വായിലമർത്തുമ്പോൾ ത്രിലോകിന്റെ മുഖം ഒരു സൈഡിലേക്ക് ചരിഞ്ഞു. ആസത്തെ, എല്ലാം അറിഞ്ഞെന്റെ കുട്ടിയെ കൊല്ലാൻ നോക്കുക അല്ലേ നീ? എന്തിനാടാ ഈ ചതി ഞങ്ങളോടും ഈ പെണ്ണിനോടും കാട്ടിയത്? എന്ത് തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്തത്? കൊലയ്ക്ക് കൊടുക്കാൻ മാത്രം എന്ത് ദ്രോഹ ഇവൾ നിന്നോട് ചെയ്തത്? അവന്റെ ഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് അയാൾ അലറുമ്പോൾ ശിവ അപ്പോഴും ഒരുതരം മരവിപ്പിലായിരുന്നു. ചുറ്റും നടക്കുന്നതൊന്നും എന്താണെന്നറിയാത്ത അവസ്ഥ. എന്നാൽ ത്രിലോക് അയാളുടെ കൈ ശക്തമായി തന്നെ പിടിച്ചു മാറ്റുമ്പോൾ വാര്യർ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. എന്നെ ചോദ്യം ചെയ്യാനും ആജ്ഞാപിക്കാനും ആരും വരണ്ട. എന്റെ ശരികൾ എന്നും എന്റേത് മാത്രമാണ്. അതിലൊരു കുറ്റബോധവുമില്ല എനിക്ക്. പിന്നെ ഇവൾ എന്താ എന്നോട് ചെയ്തതെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നന്നായി ഒരു പക്ഷേ നിങ്ങൾക്കാവും അറിയുന്നുണ്ടാവുക. പഴങ്കഥകൾ ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എല്ലാം വീണ്ടും വീണ്ടും ഓർക്കും തോറും ഈ തറവാടടക്കം നശിപ്പിക്കും ഞാൻ. സർവവും മറന്ന് അവൻ സ്വയം ആടി തിമിർക്കുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചിരുന്നു പോയി ഏവരും. ശിവ ഒഴികെ ബാക്കി രണ്ട് മുഖങ്ങളിലും വിളറി വെളുക്കുമ്പോൾ ഒരുതരം പുച്ഛത്തോടെ നേരിട്ടു ത്രിലോകത്. അനുഭവിക്കണം എന്റെ ഈ കാൽ കീഴിൽ കിടന്ന്. എനിക്ക് നഷ്ടം വരുത്തിയതിന്റെ വിലയായി ഞാൻ കൊടുക്കുന്ന ഓരോ ശിക്ഷയും അനുഭവിച്ച് നരയിക്കട്ടെ ഇവള്. ഞാൻ കരഞ്ഞു തീർത്ത കണ്ണുനീർ, ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടൽ, ഞാൻ അനുഭവിച്ച അവഗണന എല്ലാം ഇവൾ അറിയണം. അല്ലാതെ വിടില്ല ഞാൻ. അങ്ങേയറ്റം കോപം കൊണ്ട് അവൻ അലറുമ്പോൾ സാവിത്രിയമ്മ സാരിത്തലപ്പിനാൽ വായ പൊത്തി. വാര്യരുടെ മുഖം നിർവചിക്കാൻ കഴിയാത്ത ഭാവത്തിൽ തിരിഞ്ഞു. എന്നാൽ അപ്പോഴും ഒരേ നിൽപ്പായിരുന്നു ശിവ. ഒന്നും തിരിച്ചറിയുന്നില്ല അവൾ. കണ്ണുകൾ പോലും ചലിക്കുന്നില്ല. ആരൊക്കെ എതിർത്താലും ഈ വിവാഹം നടക്കും. നിങ്ങളായി ഏൽപ്പിച്ചാൽ അത് ഇവൾക്ക് നല്ലത്. ഇനി ഇല്ലെങ്കിൽ അത്രയും പറഞ്ഞ് അവൻ മുന്നിൽ നിൽക്കുന്ന ശിവയെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ശിവ സൈഡിലേക്ക് വേച്ച് ചുവരിൽ ഇടിച്ചു നിന്നു.